പുട്ടുപൊടി വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് പച്ചരി 4 മുതൽ 6 മണിക്കൂർ വരെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച് ഒരു അരിപ്പയിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ ഒരു തോർത്തിലോ കോട്ടൺ തുണിയിലോ നന്നായിട്ട് പരത്തി വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അരിയിൽ ശകലം ഈർപ്പമയം കാണും, എങ്കിലും അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. പുട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് ഇത് അരിക്കുന്നില്ല, നേരിട്ട് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഉണക്കിയ പൊടികൾ 3-4 ബാച്ചായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. ആദ്യം ഇളക്കാനായിട്ട് ശകലം പാടായിരിക്കും, അതിൽ വെള്ളമയമുള്ളത് കൊണ്ട് ചൂട് കയറും തോറും നന്നായിട്ട് ഇതുപോലെ ഇളക്കി നമുക്കത് മൂപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല അരിയുടെ മണം വരും. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഉണ്ടകൾ കാണും, ഇല്ലെങ്കിൽ മുറിയാത്ത ഒരു വര നമുക്കതുകൊണ്ട് വരയ്ക്കാൻ പറ്റണം. ഇത് ഇല്ലെങ്കിൽ നല്ലൊരു മണം വരും. ഈ 4 ഇൻഡിക്കേഷനിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം അതിലുള്ള ചെറിയ ഉണ്ടകൾ മാറ്റാനായിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്തെങ്കിൽ പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇതേ പുട്ടുപൊടി വെച്ച് നമുക്ക് ചിരട്ടപ്പുട്ടും തയ്യാറാക്കാം, ഇല്ലെങ്കിൽ സാധാരണ ബൗളിൽ പുട്ടുപൊടി നിറച്ച് അതുപോലെ തയ്യാറാക്കാം, ഇല്ലെങ്കിൽ സാധാരണ പുട്ടുകുറ്റിയിലും പുട്ട് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും വീട്ടിലിതുപോലെ പുട്ടുപൊടി തയ്യാറാക്കി നോക്കുക.